ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. സച്ചിൻ ശ്രീകാന്ത് ശ്രുതിക്ക് കുറേ ബിസിനസ്സിൻ്റെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, എന്നെ കൊണ്ട് വലുതായിട്ട് മേലനങ്ങാനൊന്നും പറ്റത്തില്ല. ഒരു കറങ്ങുന്ന കസേരയിലിരുന്ന് AC റൂമിലിരുന്ന് കാശ് എൻ്റെ കൈകളിലേക്ക് വരണം, അതാണ് ഞാൻ നോക്കുന്ന ബിസിനസ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഐഡിയ പറയുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെ നിനക്ക് പറ്റുന്നൊരു ബിസിനസ് ഉണ്ട്, നീ പണ്ട് ചെയ്തതാ. അമ്പലത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് നീ പിച്ച എടുത്തില്ലേ, നീ ഒരു കാര്യം ചെയ്യും, ഒരു പിച്ചപാത്രം എടുത്ത് പിച്ച എടുക്കാൻ പോകും, അതാകുമ്പോൾ നിൻ്റെ കാശ് നിൻ്റെ കൈകളിലേക്ക് തന്നെ വരുമെന്ന് പറയുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഞാൻ ഒരു പാത്രത്തിനകത്ത് ₹1 ഇട്ട് അത് ഉദ്ഘാടനം ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒന്ന് പോടോ സച്ചി, എന്നെ കളിയാക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ബിയർ കുടിച്ച് നല്ല ഫിറ്റ് ആവുന്നുണ്ട്, ഓവറായിട്ട് ഫിറ്റ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ താഴെ ശ്രുതിയും രേവതിയും വർഷയും കൂടെ ബിസിനസ്സിനെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, കുറേ ആലോചിച്ചിട്ടും ഒന്നും അങ്ങോട്ടേക്ക് സെറ്റ് ആവുന്നില്ല. വർഷയും രേവതിയൊക്കെ ശ്രുതിക്കും കുറേ ബിസിനസ്സിൻ്റെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ശ്രുതി തന്നെ പറയുന്നുണ്ട്, മുകളിൽ എന്തായാലും അവർ ഡിസ്കഷൻ നടത്തുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കണ്ടുപിടിക്കുമായിരിക്കും. അപ്പോൾ വർഷം പറയുന്നുണ്ട്, ചേച്ചി അവർ മുകളിൽ ഡിസ്കഷനൊന്നും അല്ല നടത്തുന്നത്, കുടിക്കുകയാണ്. ശ്രീകാന്ത് എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, ശ്രുതിയും എന്നോട് പെർമിഷനൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ നമ്മുടെ സച്ചിക്ക് രേവതിയോട് പെർമിഷനൊന്നും ചോദിക്കണ്ടല്ലോ, സച്ചി ആയിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത്, കാലം നിലത്തുറക്കാതായിരിക്കും ഇപ്പോൾ ഇറങ്ങി വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് ഇട്ട് കളിയാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. രേവതി പറയുന്നുണ്ട്, ഇന്നെന്തായാലും സച്ചിയേട്ടൻ കുടിക്കുമെന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് താഴോട്ട് വരാൻ പറയുന്നുണ്ട്. ശ്രുതിയെ വിളിച്ചിട്ട് താഴേക്ക് വരാൻ പറയാണ് കേട്ടോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, നേരെ താഴേക്ക് വരാൻ നോക്കുമ്പോൾ ശ്രുതിക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ, ശ്രുതിക്ക് തനിയെ നടന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അത്ര രീതിയിൽ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ സച്ചിൻ ശ്രീകാന്തും കൂടെ താങ്ങിയെടുത്ത് താഴേക്ക് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ ബഹളമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറയുന്നുണ്ട്, എന്താ മുകളിൽ നിന്നൊരു ബഹളമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ശ്രുതി പറയുക, അത് നമ്മുടെ സച്ചി കുടിച്ച് ഓവറായിട്ടുണ്ടാവും, താഴേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല, അതിന് അവർ രണ്ടുപേരും കൂടെ എടുത്തുകൊണ്ട് വരികയായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ, സച്ചി ഇറങ്ങി വരുന്നത് നോക്കിയിട്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ 3 പേരും കൂടി ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ദേ നോക്കിയ സച്ചി തന്നെയാണെന്ന് തോന്നുന്നു നിലത്തുറയ്ക്കാതെ വരുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ വർഷം നോക്കുമ്പോൾ ആരാ, ശ്രുതിയാണ്. ചേച്ചി സച്ചേട്ടനല്ല, ചേച്ചിയുടെ ഹസ്ബൻഡിനെയാണ് അവർ രണ്ടുപേരും കൂടെ താങ്ങിയെടുത്തിട്ട് വരുന്നതെന്നൊക്കെ പറയട്ടോ. അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ആകെ ദേഷ്യവും വരുന്നുണ്ട്, ചമ്മി പോവുകയും ചെയ്യുന്നുണ്ട്, കാരണം രേവതിനെ കളിയാക്കിക്കൊണ്ടിരുന്നതല്ലേ. അങ്ങനെ നേരെ താഴേക്ക് വന്നിട്ട് നമ്മളുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഹായ് ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്താ ശ്രുതി നീ കാണിച്ചത്, നീ എന്തിനാ ഇത്രയും കുടിച്ചത്, നീ ഒരു ബോട്ടിൽ കുടിക്കുമെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. ഇല്ല ഡാർലിംഗ്, ഞാൻ കുറച്ചേ കുടിച്ചോളൂ, ഞങ്ങളവിടെ ബിസിനസ്സിനെയൊക്കെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ശ്രുതി നേരെ കയറി ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ സച്ചി പറയുന്നുണ്ട്, പാർലറേട്ടെത്തി നീ ഇവനെ വിളിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാൻ പറയാം. അങ്ങനെ ശ്രുതി വന്ന് വിളിക്കുന്ന സമയത്ത് ശ്രുതി പോകുന്നില്ല, ശ്രുതി ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞവിടെ ഇരിക്കുകയാണ്. ദേഷ്യം വന്നിട്ട് നമ്മുടെ ശ്രുതി ഒരു അടിയും കൊടുത്ത് ഇങ്ങനെ തള്ളിയിടുന്നുണ്ട് കേട്ടോ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ തന്നെ. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, നീ എന്തിനാ ശ്രുതി എന്നെ അടിച്ച, ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ശ്രുതി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ ശ്രുതിയെ. ശ്രീകാന്തിനെയും വർഷ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി വന്നിട്ട് സച്ചിയെടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടൻ കുടിച്ചില്ലേ. ഇല്ല രേവതി, ഞാൻ കുടിച്ചിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, സച്ചിയേട്ടനെ ഒന്ന് ഊതിക്കേ. അങ്ങനെ ഊതിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി കുടിച്ചിട്ടില്ല. അപ്പോൾ സച്ചിയേട്ടൻ കുടിച്ചിട്ടില്ല അല്ലേ, ഞാൻ അവരോട് പറഞ്ഞായിരുന്നു സച്ചിയേട്ടൻ ഇന്ന് കുടിക്കത്തില്ല എന്നുള്ള കാര്യം. എന്നാലും ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, അല്ല എന്തേ കുടിക്കാഞ്ഞ്. അതെനിക്കിന്ന് കുടിക്കാൻ തോന്നിയില്ല, ഞാൻ കുടിച്ചില്ല, അല്ലെങ്കിൽ തന്നെ കുടിക്കാതെ ഞാൻ പഴി കേട്ടോണ്ടിരുന്നതല്ലേ. അപ്പോൾ സച്ചിയേട്ടൻ ഇനി ഒരിക്കലും കുടിക്കത്തില്ല അല്ലേ. ഞാൻ അങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഇന്ന് തോന്നിയില്ല അതുകൊണ്ട് കുടിച്ചില്ല, നാളെ തോന്നിയാൽ ഞാൻ കുടിക്കുമെന്നൊക്കെ പറയാം കേട്ടോ. നേരെ എത്രയായില്ലേ, നീ പോയി കിടന്ന് ഉറങ്ങ്, ഞാനിന്ന് സച്ചിയേട്ടൻ്റെ കൂടെ ടെറസിലാണ് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ സച്ചിക്ക് ഒരു ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് കൊണ്ട് ഇറക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ 2 ഗുണ്ടകൾ വന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ സച്ചി കാണുന്നുണ്ട്. അപ്പോൾ സച്ചി ഇറങ്ങി വന്നിട്ട് ആ ഗുണ്ടകളെയൊക്കെ അടിച്ചോടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ ഷോപ്പ് വിൽക്കാൻ ഇട്ടേക്കുക, അപ്പോൾ അവന്മാർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഞാൻ ആ ഷോപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവന്മാർ വന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ സച്ചി അടുത്ത് പറഞ്ഞു നിൽക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.